ക്രെയിൻ ഓപ്പറേറ്റർ ആൻഡ് റിഗർ ട്രെയിനിങ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ കാൽക്കുലേഷൻ്റെ വീഡിയോ ആണ്. ഇതിനു മുമ്പ് നമ്മൾ ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. ഇന്ന് തൊട്ട് നമ്മൾ കാൽക്കുലേഷൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് അറാംകോയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. കാൽക്കുലേഷനിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നത്. കാൽക്കുലേഷൻ നമ്മൾ മാക്സിമം തെറ്റാതെ തന്നെ നമ്മളെല്ലാം ചെയ്താൽ മാത്രമേ നമുക്ക് ഈ എക്സാം പാസ്സാകാൻ സാധിക്കുകയുള്ളൂ. കാൽക്കുലേഷൻ അറിഞ്ഞുകൂടായെങ്കിൽ നമ്മൾ അറാംകോ പാസ്സാകുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നമുക്ക് കാൽക്കുലേഷൻ്റെ കാര്യം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റെഫർ ടു ഡ്രോയിങ് ആൻഡ് ഗ്രോവ് RT755 ലോഡ് ചാർട്ട് ആൻഡ് റേഞ്ച് ഡയഗ്രാം. വാട്ട് ഈസ് ദ ഗ്രോസ് കപ്പാസിറ്റി അറ്റ് ദ മിനിമം റേഡിയസ്? അവർ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഗ്രോവ് RT755 ആണ് ക്രെയിൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ക്രെയിന് നമ്മൾ ഏതാണെന്ന് ആദ്യം തന്നെ നോക്കണം. ഇത് കൊടുത്തിരിക്കുന്ന ക്രെയിൻ ഏതാണെന്ന് നമ്മൾ ആ ക്രെയിനിൻ്റെ കറക്റ്റായിട്ട് തന്നെ ഉള്ള ലോഡ് ചാർട്ടും ഡയഗ്രാം എടുത്താൽ മാത്രമാണ് നമുക്കിതിൻ്റെ ആൻസർ കിട്ടത്തുള്ളൂ. നമ്മൾ ആദ്യം ഒരു കാരണവശാലും RT755 എന്ന് പറയുമ്പോൾ RT700 ലോഡ് ചാർട്ടും ഡയഗ്രാം എടുത്ത് നമ്മൾ മുമ്പിൽ വെക്കരുത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാര്യം തന്നെയാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ആദ്യം തന്നെ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. ശരിക്കും വായിച്ചതിന് ശേഷം നമുക്കിത് കാൽക്കുലേഷൻ ചെയ്യണോ വേണ്ട എന്ന് നമ്മൾ നോക്കണം. ഈ ക്വസ്റ്റ്യൻ ഉള്ളത് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ മാത്രമേ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ ഇല്ല. നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമയം കുറേ വേസ്റ്റ് ആവും. ഏതൊക്കെ ക്വസ്റ്റ്യന് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണം, ഏതൊക്കെ ക്വസ്റ്റ്യന് കാൽക്കുലേഷൻ ചെയ്യണ്ട എന്ന് ഞാൻ വരും വീഡിയോകളിൽ ഞാനതിനെപ്പറ്റി കറക്റ്റായിട്ട് പറഞ്ഞു തരാം. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ ഇതിന് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഇത് റേഞ്ച് ഡയഗ്രാം കാൽക്കുലേഷൻ ഇവിടെ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. 5 ടണ്ണ്, അതുപോലെ റിഗിങ് എക്യുപ്മെൻറ്റ് ഫുള്ള് 30 kg. അതുപോലെ നമ്മളിതൊന്നും കാൽക്കുലേഷൻ ചെയ്യാതെ തന്നെ നമുക്കിതിന് ആൻസർ കണ്ടെത്താം. അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് ചോദ്യം വന്നിരിക്കുന്നത് വാട്ട് ഈസ് ദ ഗ്രോസ് കപ്പാസിറ്റി അറ്റ് ദ മിനിമം റേഡിയസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഗ്രോസ് കപ്പാസിറ്റി മിനിമം റേഡിയസിൽ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനകത്ത് കൊടുത്തേക്കുന്നത് എന്താണെന്ന്. ഇതിപ്പോൾ പറഞ്ഞേക്കുന്നത് 15 മീറ്റർ റേഡിയസ് ആണ് കൊടുത്തേക്കുന്നത്. അതായത് ഈ ലോഡിൻ്റെ സെൻറ്ററിൽ നിന്നും അടുത്ത നമുക്കിപ്പോൾ ലിഫ്റ്റ് ചെയ്യാനുള്ളത് ഇവിടെ വരെയാണ്. ഇതിൻ്റെ മുകളിലാണ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാനുള്ളത്. ഇവിടെ വരെ കൊടുത്തേക്കുന്ന ടോട്ടൽ റേഡിയസ് കൊടുത്തേക്കുന്നത് 15 മീറ്ററാണ്. അപ്പോൾ റേഡിയസ് നമുക്ക് സ്റ്റാർട്ട് ആകുന്നത് അറിയാമല്ലോ, ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ സെൻറ്റർ വരെ, അതായത് ലോഡിൻ്റെ സെൻറ്റർ വരെ നമുക്കുള്ള റേഡിയസ് കൊടുത്തേക്കുന്നത് 8 മീറ്ററാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ടോട്ടൽ 15 മീറ്ററാണ്. ഈ 15 മീറ്ററിൽ നിന്ന് 8 മീറ്റർ പോയി കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് ഇത് 7 മീറ്ററാണ്. ഇതാണ് നമ്മുടെ മിനിമം റേഡിയസ്. ഇത് 8 മീറ്ററാണുള്ളത്, ഇത് നമുക്ക് 7 മീറ്ററാണ്. അപ്പോൾ ഇത് നമ്മുടെ മിനിമം റേഡിയസ്. കാര്യം മേളിൽ കൊടുത്തിട്ടുണ്ട് 8 മീറ്റർ റേഡിയസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടിപ്പ് ഹൈറ്റ് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. കാര്യം നമുക്ക് ലോഡിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് 1 മീറ്റർ കൊടുത്തിട്ടുണ്ട്, ബാക്കി 2 മീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 3 മീറ്റർ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു 5 മീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പിക്ചർ തന്നേക്കെന്ന് പറഞ്ഞാൽ ഇതൊരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു ഫില്ലറോ അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ലോഡ് ലിഫ്റ്റ് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ റേഡിയസ് ആണ് ഈ കൊടുത്തിരിക്കുന്നതും ഇതിൻ്റെ ഹൈറ്റ് കൊടുത്തേക്കുന്നതും. അപ്പോൾ നമ്മൾ ഇത് വെച്ച് നോക്കിയിട്ടാണ് ഇതിൻ്റെ ബൂം ലെങ്ത് എടുക്കേണ്ടത്. നമുക്കിപ്പോൾ ഇവിടെ 1 മീറ്റർ ഉണ്ട് ലോഡിൻ്റെ ഇതുണ്ട്, ബാക്കി ഹുക്ക് ക്ലിയറൻസ് ഫുള്ള് നമുക്ക് വന്നിരിക്കുന്നത് 2 മീറ്റർ. അപ്പോൾ മൊത്തത്തിൽ ഇത് 3 മീറ്റർ ഉണ്ട്. ഇതിന് ഒരു 5 മീറ്റർ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 3 8 മീറ്റർ. അപ്പോൾ നമുക്ക് 8 മീറ്റർ ടിപ്പ് ഹൈറ്റാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ 8 മീറ്റർ ടിപ്പ് ഹൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വന്നേക്കുന്നത് റേഡിയസ് ആണ് വന്നേക്കുന്നത്. 8 മീറ്റർ റേഡിയസ് വന്നിട്ടുണ്ട്, 7 മീറ്റർ റേഡിയസ് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് 2 രീതി ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. ഇതിപ്പോൾ 8 മീറ്റർ റേഡിയസാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ ഇത് ടോട്ടലായിട്ട് നോക്കുമ്പോൾ 8 മീറ്റർ ടിപ്പ് ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 8 മീറ്റർ ടിപ്പ് ഹൈറ്റും 8 മീറ്റർ റേഡിയസും വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബൂം ലെങ്ത് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറും, അതുപോലെ 7 മീറ്റർ റേഡിയസിൽ നമ്മൾ ഇത് തന്നെ 8 മീറ്റർ ടിപ്പ് ഹൈറ്റ് വെച്ച് നോക്കിയാൽ നമുക്ക് സെയിം ആയിട്ട് തന്നെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എടുക്കാനുള്ളത് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ 7 മീറ്റർ റേഡിയസിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കണം എപ്പോഴും കറക്റ്റ് ആകുന്നത്. കാര്യം നമുക്ക് അവർ ചോദിച്ചേക്കുന്നത് മിനിമം റേഡിയസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് മിനിമം റേഡിയസ് തന്നെയാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഗ്രോവ് RT755 റേഞ്ച് ഡയഗ്രാം എടുക്കണം. എന്നിട്ട് നമ്മൾ അതിനകത്ത് എത്ര മീറ്റർ ബൂം ലെങ്ത് വരും എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. എന്നിട്ട് ആ ബൂം ലെങ്ത് വെച്ച് വേണം നമ്മൾ ലോഡ് ചാർട്ടിൽ പോയിട്ട് നമ്മളതിൻ്റെ ഗ്രോസ് കപ്പാസിറ്റി എടുക്കാൻ വേണ്ടി. 755 റേഞ്ച് ഡയഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വന്നിരുന്നത് 8 മീറ്റർ റേഡിയസ്, 8 മീറ്റർ ടിപ്പ് ഹൈറ്റ് ആണ് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഇത് 6, ഇത് 7, ഇത് 8 മീറ്റർ. 8 മീറ്റർ റേഡിയസ് നമ്മൾ ആദ്യം ട്രയാങ്കിൾ നോക്കാം. ഇവിടെ 8 മീറ്റർ ടിപ്പ് ഹൈറ്റ് ആണ് വരുന്നത്. ഈ 8 മീറ്റർ ഇത് 7, 8, 9. അപ്പോൾ ഈ 8 മീറ്റർ ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് മേലോട്ട് കറക്റ്റ് മേലോട്ട് കയറ്റി വെക്കണം. 8 മീറ്റർ. അപ്പോൾ ഇവിടെ 8 മീറ്റർ കറക്റ്റായിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ അവിടെ 8 മീറ്റർ ടിപ്പ് ഹൈറ്റും 8 മീറ്റർ
റേഡിയേഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുന്നത് ബൂം ലെങ്ത് വരുന്നത് 10.5 അല്ല, നമുക്ക് വരുന്നത് 12.2 മീറ്ററാണ് നമുക്ക് ബൂം ലെങ്ത് വരുന്നത്. കാര്യം നമുക്ക് ഇതിൻ്റെ കോർണർ ഈ 10.5 എന്ന ഈ ബൂം ലെങ്തിനെക്കാട്ടിലും മുകളിലാണ് നമുക്കിതിൻ്റെ കോർണർ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ബൂം ലെങ്ത് ഇതേ കറക്റ്റ് ഈ ലൈനെ തന്നെ ടച്ചായി വന്നാൽ മാത്രമേ നമ്മൾ ഈ ബൂം ലെങ്ത് നമ്മൾ കണക്ക് കൂട്ടാൻ പാടുള്ളൂ. പോയിന്റ് മുകളിൽ വന്നാലും ശരി, നമ്മൾ അതിൻ്റെ മുകളിലുള്ള ബൂം ലെങ്ത് വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ബൂം ലെങ്ത് 12.2 ആണ്. കാര്യം അത് 10-ന് മുകളിൽ വന്നു. ഇപ്പോൾ ഈ ലൈൻ വന്നേക്കുന്നുണ്ട് 10-ന് മുകളിലാണ് ഈ ലൈൻ വരുന്നത്, ഈ കോർണർ വരുന്നത്. അപ്പോൾ നമുക്ക് ഉള്ള ബൂം ലെങ്ത് കിട്ടിയത് 12.2 ആണ്. 12.2 നമുക്ക് ബൂം ലെങ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനി എടുക്കാനുള്ളത് ലോഡ് ചാർട്ടാണ് എടുക്കാനുള്ളത്. നമ്മൾ ലോഡ് ചാർട്ടിൽ പോയിട്ട് ഈ 12.2 മീറ്റർ ബൂം ലെങ്തിൽ 7 മീറ്റർ റേഡിയസ്, നമ്മുടെ മിനിമം കൊടുത്തേക്കുന്ന 7 മീറ്റർ റേഡിയസ് ആണ്. നമുക്ക് 7 മീറ്റർ റേഡിയസിൽ എത്രയാണ് അതിൻ്റെ ഗ്രോസ് കപ്പാസിറ്റി അതിനകത്ത് കൊടുത്തിരിക്കുന്നത് നോക്കാം. ഇതാണ് 12.2 മീറ്ററാണ് ബൂം ലെങ്ത് വന്നേക്കുന്നത്. നമ്മൾ അതിൻ്റെ ലോഡ് ചാർട്ട് എടുത്തിട്ടുണ്ട്, RT 755 ആണ്. അപ്പോൾ നമുക്ക് ബൂം ലെങ്ത് നമുക്ക് കിട്ടിയിരുന്നത് 12.2 ആണ്. നമ്മൾ 12.2 നേരെ താപ്പോട്ട് വരും. നമുക്ക് വേണ്ടത് 7 മീറ്റർ റേഡിയസ് ആണ് നമുക്ക് വേണ്ടത്. 7 മീറ്ററാണ് അതിനകത്ത് മിനിമം റേഡിയസ് വന്നിരിക്കുന്നത്. മറ്റേ 8 മീറ്റർ മാക്സിമത്തിൽ പോയി 8 മീറ്റർ. നമുക്കിത് വന്നിരിക്കുന്ന മിനിമം റേഡിയസ് വന്നിരുന്നത് 7 മീറ്റർ. അപ്പോൾ നമ്മൾ 7 മീറ്ററിൽ നമുക്ക് വരുന്ന ഗ്രോസ് കപ്പാസിറ്റിയാണ് നമുക്ക് നോക്കേണ്ടത്. 24,830 ആണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, 12.2 മീറ്റർ ബൂം ലെങ്ത് നേരെ താപ്പോട്ട് വരുന്നു, 24,830. അപ്പോൾ നമുക്ക് ആൻസർ അതിനകത്തുണ്ടോ നോക്കാം. ഇതിനകത്ത് കിടപ്പുണ്ട് A ആണ് 24,830 ആൻസർ കിടക്കുന്നത്. A ആണ് കറക്റ്റ് ആൻസർ. ഈ ഇത് ടിക്ക് കൊടുത്തേക്കുന്നത് മാക്സിമത്തിൽ പോയി എടുത്ത് കൊടുത്തേക്കുന്നതാണ്. ഇത് തെറ്റാണ് ആൻസർ. ഇതിൻ്റെ ആൻസർ വന്നേക്കുന്നത് A ആണ്, 24,830 ആണ് കറക്റ്റ് ആൻസർ. ഇതിനകത്ത് ഇപ്പോൾ 7 മീറ്റർ റേഡിയസ് ആണ് കൊടുത്തേക്കുന്നത്. നമ്മൾ 7 മീറ്റർ റേഡിയസ് വെച്ച് നമ്മൾ ഇതേ ടിപ്പ് ഹൈറ്റ് വെച്ചാലും നമുക്ക് ഇതേ ആൻസർ തന്നെയാണ് കിട്ടുന്നത്. ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഈ 7 മീറ്റർ റേഡിയസിൽ നമ്മൾ 8 മീറ്റർ ടിപ്പ് ഹൈറ്റ് പിടിച്ചാലും നമുക്ക് ഇതേ ആൻസർ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ബൂം ലെങ്ത് വരുന്നത് 10 മീറ്റർ ബൂം ലെങ്ത് ആയിരിക്കും വരുന്നത്. 10 മീറ്റർ ബൂം ലെങ്ത് ആണ് നമുക്കപ്പോൾ കാണിക്കത്തുള്ളൂ. 10 മീറ്റർ ബൂം ലെങ്ത് 10.8 മീറ്ററിലായിരിക്കും നമുക്ക് ബൂം ലെങ്ത്. പക്ഷേ നമ്മൾ 10.8 മീറ്റർ ബൂം ലെങ്ത് നമുക്ക് എടുത്താലും ഈ 27 മീറ്ററിൽ 24,830 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 10 മീറ്റർ നമ്മൾ ബൂം ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമുക്ക് അവർ കൊടുത്തിരുന്ന റേഡിയസിൽ നമുക്കത് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവർ കൊടുത്ത ലിഫ്റ്റിംഗ് റേഡിയസ് നമുക്ക് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ബൂം ലെങ്ത് എടുത്താൽ മാത്രമേ അവർ കൊടുത്തിരുന്ന അതേ ഹൈറ്റിൽ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ പേരിൽ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ 12.2 ഇതേപോലെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ പാടുള്ളൂ. മുമ്പോട്ടുള്ള വീഡിയോയിൽ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.